ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 നമുക്കെല്ലാവർക്കും അറിയാം, ആ നോളജ് സിറ്റിയിലെ ജാമിഉൽ ഫുതൂഹിന്റെ ബാബുസലാം ഉദ്ഘാടനം ചെയ്ത് അന്ന് വൈകുന്നേരം അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് അനുസൃതമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമക്ക് അസുഖം ബാധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാവരും കരഞ്ഞു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, എല്ലാവരും പൊട്ടിക്കരഞ്ഞു. അടുക്കളയിലുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം പൊട്ടിക്കരയാൻ തുടങ്ങി. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നിന്നും വിശ്വാസികൾ കരയാൻ തുടങ്ങി. ഇന്ത്യക്ക് വെളിയിൽ, ഗൾഫ് രാജ്യങ്ങളിൽ, യൂറോപ്പിൽ, അമേരിക്കയിൽ, ഓസ്ട്രേലിയയിൽ, ആഫ്രിക്കയിൽ, എവിടെയെല്ലാം പ്രിയപ്പെട്ടവരെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികൾ നമ്മുടെ കേരളക്കാരായ പ്രവാസികളായും അല്ലാത്തവരുമായുമുണ്ടോ, അവര് മുഴുവനും കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ശൈഖുനാക്ക് ഞങ്ങളുടെ ആയുസ്സിൽ നിന്ന് എടുത്തിട്ട് തന്നെയെങ്കിലും പടച്ചവനെ ഒരു തിരിച്ചുവരവ് സാധ്യമാക്കണേ എന്ന് ദുആ ചെയ്തു. ശൈഖുനായെ മുൻനിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ ആലിമീങ്ങളെ മുഴുവൻ മുൻനിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ആലിമീങ്ങളെ, ഞങ്ങളുടെ നേതാക്കളെ, ഞങ്ങളെ ഈ പണ്ഡിതന്മാരെ അവരെ കൈയൊഴിക്കാൻ ആര് തന്നെ പറഞ്ഞാലും ഈ ജനങ്ങൾ അതിനൊരിക്കലും തയ്യാറല്ല എന്നുള്ള കാര്യം ഇവിടെ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ശൈഖുന അങ്ങേക്ക് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഖലീലുൽ ബുഖാരി തങ്ങളവர்கள் സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് അസുഖമായപ്പോൾ കരയാത്ത അത്രയും കൂടുതലായി കരഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാകുമ്പോൾ, ഭാര്യമാർക്ക് വിഷമമുണ്ടാകുമ്പോൾ, ഞങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ ഇതുവരെ കരഞ്ഞു പരിചയപ്പെടാത്ത ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കരഞ്ഞു. കാരണം എന്തായിരുന്നു എന്നറിയാമോ? അങ്ങയുടെ ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യമായിരുന്നു. ഈ ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണം. സുന്നത്ത് ജമാഅത്ത് ആളുകൾക്ക് വേണ്ടാത്തൊരു കാലഘട്ടമായിരിക്കുകയാണ്. എല്ലാവരും പരിഷ്കാരത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വിദേഹത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദീന് നിലനിൽക്കണമെങ്കിൽ അങ്ങനെയും ഒരുപാട് കാലം ജീവിക്കണം എന്ന് ഈ 10,000-ങ്ങളല്ല ലക്ഷങ്ങൾ അവരാഗ്രഹിച്ചു. അതുകൊണ്ട് അവർ ഉറങ്ങിയില്ല, അവർ ഊണ് കഴിച്ചില്ല, അവർ നോമ്പെടുത്തു, പട്ടിണി കിടന്നു, വിശപ്പ് സഹിച്ചു, ദാഹം സഹിച്ചു. അവർക്ക് ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പടച്ചവനെ ഞങ്ങൾക്ക് എന്ത് വന്നാലും ഞങ്ങളെ ശൈഖുനക്ക് ദീർഘായുസ് നൽകണം. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അബ്ശിറു